Hello friends. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇക്വേഷൻസിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. അപ്പം ഇതിൽ സെറ്റിംഗ് അപ്പ് ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യുന്നതോടൊപ്പം അത് സോൾവ് ചെയ്യാനും ശ്രമിക്കുക. സോ ഇതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആഡ് 4 to 8 times a number. നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി നമ്പർ. എ നമ്പർ ആണ് നമ്മൾ എക്സ് അല്ലെങ്കിൽ വൈ വേരിയബിൾ യൂസ് ചെയ്ത് represent ചെയ്യുന്നത്. കാരണം it can take any value. So 8 times a number. അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ you get 60. അപ്പോൾ അതാണ് നമ്മൾ ഇക്വേഷനിൽ ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മൾ 8 times a number. 8 times a number എന്ന് പറയുമ്പം 8 times x ആണെങ്കിൽ it will be 8x, right? 8xന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പം when you add 4 to 8 times a number you get 60. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം +4 നമുക്കിവിടെ ആവശ്യമില്ല, ബിക്കോസ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ +4 നമുക്ക് മറ്റേ സൈഡിൽ RHS കൊണ്ടുപോകുന്ന സമയത്ത് +4 RHS സൈഡിലോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് LHS യു വിൽ ഹാവ് ഓൺലി 8x ഈക്വൽ 60 +4 മറ്റേ സൈഡിലോട്ടേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം -4, റൈറ്റ്? So 8x is equal to 60 minus 4, which means 8x is equal to 56. അപ്പം ഇനിയിപ്പം 8x എന്ന് പറയുന്നത് 8 times x ആണ്. അപ്പം 8ന് അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആണ് ആവുക, ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. സോ x is equal to 56 divided by 8, which is equal to 7. Clear? സോ ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബി ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ യു ഹാവ് 1/5 ഓഫ് എ നമ്പർ. മുമ്പേ പറഞ്ഞിട്ടുണ്ട് 1/4, 1/3, ഹാഫ് എന്നൊക്കെ പറയുമ്പം ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ 1/5 ഓഫ് എ നമ്പർ എന്ന് പറയുമ്പം എ നമ്പർ ഡിവൈഡ് ബൈ 5. എ നമ്പർ എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി എനി ലെറ്റർ, റൈറ്റ്? സോ y ഡിവൈഡ് ബൈ 5. 1/5 ഓഫ് എ നമ്പർ മൈനസ് 4. 1/5 of a number minus 4 will give you 3. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. 1/5 of a number എന്ന് പറയുമ്പോൾ any number that is represented by any variable divide by 5 minus 4 will give you 3. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് yന്റെ വാല്യൂ ആണ്. സോ y by 5 സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം -4 ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റന്റ്, റൈറ്റ്? ആദ്യം കോൺസ്റ്റന്റ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. സോ y ഡിവൈഡ് ബൈ 5 LHS തന്നെ വെക്കുകയാണെങ്കിൽ അതർ സൈഡ് യു ഹാവ് 3 -4 മറ്റേ സൈഡിലോട്ടേക്ക് RHS പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് +4. -3 +4 ആണ് ഇപ്പോൾ RHS ഉള്ളത്, കാരണം -4 ആ സൈഡിലോട്ട് പോയല്ലോ. സോ 3 + 4 എന്ന് പറയുമ്പം യു ഹാവ് y ഡിവൈഡ് ബൈ 5 ഈക്വൽ 3 + 4 ഈസ് 7. ഇനി y ഡിവൈഡ് ബൈ 5 ആണ്. സോ 5ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. സോ y ഈസ് ഈക്വൽ ടു 7 times 5. സോ y ഈസ് ഈക്വൽ ടു 35. ക്ലിയർ? അപ്പോൾ ഇതാണ് സെക്കൻഡ് വണ്ണിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ബി ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ സി എടുക്കുകയാണെങ്കിൽ ഇഫ് ഐ ടേക്ക് 3/4 of a number, 3/4 of a number. So 3 by 4 of a number എന്ന് പറയുമ്പം it can be any letter. So 3 by 4 of y or 3 by 4 of x and count up 3 more. Add 3 more. I get 21. Clear? അപ്പം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ 3/4 ഓഫ് എ നമ്പർ എന്ന് പറയുമ്പം അത് ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. 1/4 എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഡിവൈഡ് ബൈ 4, റൈറ്റ്? 1/5 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 5 അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 1 ആയതുകൊണ്ട് അത് മെൻഷൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. സോ 3/4 ആകുമ്പോൾ ഇറ്റ് വിൽ ബി 3 ഡിവൈഡ് ബൈ 4 ഓഫ് z ഓഫ് എനി നമ്പർ, മീൻസ് ഇറ്റ് ക്യാൻ ബി എനി ലെറ്റർ. ആൻഡ് ഐ ആഡ് അപ്പ് 3 മോർ. കൗണ്ട് 3 മോർ, യു ഗെറ്റ് 21. സോ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് +3 തന്നെയാണ്, റൈറ്റ്? +3 തന്നെയാണ് ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത്. സോ +3 മറ്റേ സൈഡിൽ പോകുമ്പം ഇറ്റ് ബിക്കംസ് -3. സോ +3 നമ്മൾ ഈ ഒരു RHS കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം -3. സോ 21 -3 എന്ന് പറയുമ്പം യു വിൽ ഗെറ്റ്
18, right? So you get 18 when you do the division. So 21 minus 3 ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ 3/4 of z is equal to 18 ആണ്. ഇനിയിപ്പം നമുക്കിവിടെ രണ്ട് നമ്പേഴ്സ് റിമൂവ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിവിഷനിൽ വരുന്നത് മറ്റേ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഇറ്റ് ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. 3 ഡിവൈഡ് ബൈ 4 ആണ്. സോ 4ന് മറ്റേ സൈഡിലോട്ടേക്ക് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. സോ ഈ ഒരു ഇക്വേഷൻ നമുക്കിപ്പം LHSൽ ഇനി 3z മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 18 ടൈംസ് 4 ആവും. കാരണം നമ്മൾ 4ന് മറ്റേ സൈഡിലോട്ടേക്ക് മാറ്റി, റൈറ്റ്? സോ 18 ടൈംസ് 4 ആവും. സോ ഞാൻ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ z റിമൂവ് ചെയ്യണമെങ്കിൽ 3 ടൈംസ് z ആണല്ലോ. സോ 3 ടൈംസ് എന്ന് പറയുമ്പം when it comes to other side it becomes division, റൈറ്റ്? ഒന്നിക്ക് ഇവിടെ തന്നെ എനിക്ക് എന്താക്കാം, ഈ ഒരു 3നെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ 18 ടൈംസ് 4 ചെയ്യുക. ആ ആൻസർ കിട്ടിയതിന് ശേഷം 3 റിമൂവ് ചെയ്യാൻ നോക്കുക. ക്ലിയർ? സോ ഇതിപ്പോ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 18 ടൈംസ് 4 3 റിമൂവ് ചെയ്യാൻ 3 ടൈംസ് z ആണല്ലോ. സോ 3 മറ്റേ സൈഡിൽ പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിവിഷൻ, right? ഒന്നിക്ക് you multiply and then you do the division, or else you can write in this form. ഈ ഒരു ഫോമിൽ എഴുതിയാൽ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ we can do 18 and 3 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം both the numbers നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 18 ആയാലും 3 ആയാലും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കൂടുതൽ സിമ്പിൾ ആവും, കാൽക്കുലേഷൻ മോർ ഈസി ആവും. സോ 18 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ you get 6 അല്ലെ. 18 ഡിവൈഡ് ബൈ 3 you get 6. So you have 6 here. 18 divided by 3 6i, 3 divided by 3 1i, which means any denominator and avashilla. So your answer will be 6 times 4, which is equal to 24. Clear? ഈ ഒരു രീതിയിൽ നമുക്ക് കൂടുതൽ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ യു ജസ്റ്റ് ഡു 18 ടൈംസ് 4. അപ്പൊ നിങ്ങൾക്ക് 3z ഈസ് ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും. പിന്നെ നിങ്ങൾ 3 റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിവിഷൻ ചെയ്യുക, യു ഗെറ്റ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്നത് when I subtracted 11 from twice a number. So ഈ number we don't know what is it, so we are taking it as y, right? Twice a number എന്ന് പറയുമ്പോൾ 2 times a number, that is 2y. Okay, when I subtracted 11 from twice a number, so 2y minus 11 ആയിരിക്കണം, because you are taking away 11 from twice a number. So 2y minus 11 ആയിരിക്കണം. It shouldn't be opposite way. നമ്മൾ 11 minus 2y എഴുതിയാൽ അത് wrong ആണ്, because നമ്മൾ subtract ചെയ്യുന്നത് 11 from twice a number ആണ്. So it can be 2y minus 11. So when I subtract 11 from twice a number, the result I get is 15, right? So ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ, ദാറ്റ് ഈസ് -11 ആൻഡ് -11 നമ്മൾ RHSലോട്ടേക്ക് മാറ്റേണ്ടതാണ്. സോ -11 RHSൽ പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് +11. സോ RHSൽ യു ഹാവ് 15 plus 11. So 2y will be equal to 15 plus 11 would be 26, right? 26. ഇനി 2y എന്ന് പറയുന്നത് 2 times y ആണ്. സോ 2നെ റിമൂവ് ചെയ്യുമ്പോൾ 2 RHSലോട്ട് പോകുമ്പോൾ it becomes division. So it will be 26 divided by 2 and y will be equal to 13. Clear? ഇനിയിപ്പം ക്വസ്റ്റ്യൻ ഈ എടുക്കുകയാണെങ്കിൽ you have Mona subtracts thrice the number. Thrice the number എന്ന് പറയുമ്പോൾ 3 times a number from 50. So Mona is taking away thrice the number, which is 3y, from 50. So 50ൽ നിന്ന് 50 minus 3y ആണ് വരിക, because he is taking away thrice a number from 50. From 50 എന്ന് പറയുമ്പോൾ 50 ആയിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. So 50 minus 3y, he get the result to be 8. So again നമുക്ക് ഇവിടെ ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് ആയി ഇരിക്കുന്ന നമ്പർ ആണ്. സോ 50 ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് അല്ലെ. സോ 50 ആണ് ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത്, -3 അല്ല. സോ 50 റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പം 50ന്റെ സൈൻ ഒന്നുമില്ല, മീൻസ് ഇറ്റ്സ് പോസിറ്റീവ്, റൈറ്റ്? 50 ഈസ് +50 ആണ്. സോ +50നെ അതർ സൈഡ് കൊണ്ടുപോകുമ്പോൾ യു ഗെറ്റ് -50. സോ ഈ ഒരു സൈഡിൽ വി ഹാവ് -3y. -3y ആണ് LHSലുള്ളത്. സോ 8, you have 8
already 8 ഉണ്ട് RHS ൽ പിന്നെ 50 നമ്മൾ other side എടുക്കുമ്പോൾ it becomes minus 50 because LHS ൽ 50 ക്ക് സൈൻ ഒന്നും ഇല്ലാന്ന് വെച്ചാൽ it is plus 50. So plus 50 RHS ലോട്ട് പോകുമ്പോൾ it becomes minus 50. Okay. So നിങ്ങളുടെ ഇവിടെ LHS ൽ you have already minus 3y. Minus 3y is equal to 8 minus 50. 8 minus 50 no arayumbam again you have different sign, it's integers, so you have to do the subtraction, and 50 and 8 subtraction cheyumbam you get 42, right? It's not 40, so you get 42. So biggest number is 50, sign of 50 is negative, which should be there for answer as well. So minus 3y is equal to minus 42. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇതിലിപ്പോൾ നമ്മുടെ അടുത്ത കൺസേൺ എന്ന് പറയുന്നത് 3 റിമൂവ് ചെയ്യാന്നുള്ളതാണ്. 3 റിമൂവ് ചെയ്യാൻ ഇറ്റ്സ് മൈനസ് 3 ടൈംസ് y. 3y എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 3 ടൈംസ് y. സോ നമ്മൾ ഇപ്പോൾ 3ന് RHS ൽ കൊണ്ടുപോകുന്ന ടൈം ഇറ്റ് ബിക്കംസ് ഡിവിഷൻ. യു ഹാവ് ബോത്ത് ദി സൈഡിൽ മൈനസ് ഉണ്ടെങ്കിൽ ഐ ഹാവ് ടോൾഡ് യു ജസ്റ്റ് ക്യാൻസൽ ദം. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. ഒരു സൈഡിൽ മാത്രമാണ് നെഗറ്റീവ് ഉള്ളതെങ്കിൽ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് സൈൻ ഉണ്ടാവും. So if it is രണ്ട് side ലായതുകൊണ്ട് we can forget about negative sign. So y is equal to 42. In 3 remove and it becomes 42. Divide by 3 because LHS it was 3y, 3 times y. Yeah. So y is equal to 42 divide by 3, which is 14. Clear? Then here things of a number. So a number, no, remember it can be any number. So let's take it as y. If she add 19 to it, so y plus 19 divides the sum by 5. അത് ഓർത്ത് വെക്കുക. ഈ സം ആണ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് y plus 19 completely is divided by 5 and she will get 8. So ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. സം ആണ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലാതെ y ഓ 19 ഓ alone അല്ല. You have that addition and our sum is divided by 5 and you get the result to be 8. So ഇവിടെ first remove ചെയ്യേണ്ടത് 5 ആണ് because 5 ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. You have y plus 19 in the numerator. First denominator 5 remove ചെയ്യണം. So ഇവിടെ divide by 5 ആണ് വരിക. So 5ന് നമ്മൾ RHS ലോട്ട് കൊണ്ടുപോകുമ്പോൾ it will become multiplication. So that നിങ്ങളുടെ LHS ൽ you will have only y plus 19 equal 8. Divide by 5 ആണ് RHS ൽ, I mean LHS ൽ. So നിങ്ങളത് മറ്റേ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ it will become multiplied by 5. So y plus 19 is equal to 88 times 5 and 8 times 5 would be 40. And plus 19 remove and you take it to other side, which will become minus 19. So y is equal to 40 minus 19. So last question, Anwar is taking away 7 from 5 by 2 of a number. 5 by 2 of any number no varemo 5 by 2 z avam. Taking away 7 from 5 by 2 z. So 5 by 2 z minus 7, we get the result 11 over 2. So your equation solve cheyanengil first nammal minus 7 aanu remove cheyandadu. Adu RHS il edukumbom it becomes plus 7. Fractions property use cheyidittu ningal adu add cheyanam. Then you have to remove 5 by 2. Clear? So minus 7 RHS il edukumbom you get plus 7. So 11 by 2 plus 7. 7 ne denominator onnu illathathondu we just put 1 in order to make it also a fraction. Pinne LCM edukumbom you get 2. So 1 times 2 cheyidalana 2 gitta. So you have to do 7 times 2 14 before adding. Different denominator avumbom you have to find LCM and then you have to add them in order to get the answer. So 25 by 2 aanu kittunathu. Any the normal method use either solve here, divide by 2 matte side lo pomo it becomes multiply by 2. So 2 matte side lo poyapam it becomes multiply by 2 and 2 and 2 can be cancelled because both the numbers are divided by 2. You have only 25. When a 5 remove and you continue with division. So അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തില്ലെങ്കിൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. Thank you.